വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയായി എത്തിയാണ് ആനി രാജയുടെ പത്രിക സമർപ്പിച്ചത്. വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ LDFനെ ഏറ്റെടുത്തതിന് തെളിവാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് ആനി രാജ പറഞ്ഞു. കൽപ്പറ്റയിൽ നടത്തിയ റോഡ് ഷോയോടെ കളക്ടറേറ്റിലെത്തിയാണ് വരണാധികാരിയുമായ കളക്ടർക്ക് ആനി രാജ പത്രിക നൽകിയത്. സഹകരണ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ SKMJ സ്കൂൾ പരിസരത്ത് സമാപിച്ചു. കുക്കി വിമോചക പോരാളിയും ULAU ട്രൈബൽ വിമൻസ് ഫോറം മണിപ്പൂർ വൈസ് പ്രസിഡന്റുമായ ഗ്ലാഡി വൈഫെ കുഞ്ചാൻ, തമിഴ്നാട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം തമീം അൻസാരി, സത്യമംഗലത്ത് നിന്ന് വീരപ്പൻ വേട്ടയുടെ പേരിൽ പോലീസ് അതിക്രമത്തിനിരയാക്കപ്പെട്ടവരുൾപ്പെടെ ആയിരങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുത്തു. LDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK ശശീന്ദ്രൻ, കൺവീനർ ഉൾപ്പെടെയുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആനി രാജയ്ക്കൊപ്പമെത്തി. മണ്ഡലത്തിൽ ലഭിച്ച ശക്തമായ പിന്തുണ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്ന് ആനി രാജ പത്രിക സമർപ്പിച്ചതിനു ശേഷം പറഞ്ഞു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആനി രാജയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്തും. അമൃത ന്യൂസ്, വയനാട്.